പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി മിഡ് ടേം എക്സാം ആയതാണല്ലോ, നമുക്ക് ഇതിൽ ഏകദേശം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചിത്രമേ ക്യാ ക്യാ ഹേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ പാഠത്തിലുള്ള ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് ചോദിച്ചത്. ചിടിയ, ലടുക്കി, ടോക്കരി, ഔരത്ത്, ബന്ദർ, ലടുക്ക. കണ്ടോ, അത്രയും ഇവിടെ ഉണ്ട്. ചിടിയ ഉണ്ട്, ലടുക്കിണ്ട്, ഔരത്തുണ്ട്, ബന്ദറുണ്ട്, ലടുക്ക. കണ്ടില്ലേ? ഇത് ഇനി ഒരു ചിത്ര വിവരണമാണ് ചോദിക്കുന്നത്. ചിത്രക്ക വിവരൺ തയ്യാർ കരയും എന്നാണ് പറഞ്ഞതെങ്കിൽ ഇതിനെ വിവരിച്ച് എഴുതാണ് വേണ്ടത്. ഇതിൽ എന്തൊക്കെയുണ്ട് എന്നാണ് ഞാനിപ്പോൾ ചിടിയ, ലടുക്കി, ടോക്കരി, ഔരത്ത്, ബന്ദർ, ലടുക്ക അത്രയാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിലൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് തന്നിരിക്കുന്നത്. पेड़ सब जीवों का आसरा है. पेड़ पौधों का संरक्षण हमारा दायित्व है. पेड़ എല്ലാ ജീവികളുടെയും ആശ്രയമാണ്. പേട് മരം എല്ലാ ജീവികൾക്കും ആശ്രയം നൽകുന്നു എന്നാണ് പറഞ്ഞത്. പേട് പൗധോക്ക സംരക്ഷണ ഹമാര ദായത്ത് ഹേ. പേട് അതുപോലെ മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് അതിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ കർത്തവ്യമാണ്. അതാണ് പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി സൂരജ് കി വിശേഷതായേ ക്യാ ക്യാ ഹേ. അടുത്ത ക്വസ്റ്റ്യൻ, സൂരജ് കി വിശേഷതായേ ക്യാ ക്യാ ഹേ. സൂര്യന്റെ വിശേഷതകൾ, ഇവിടെ സൂര്യനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? സൂരജ് കി ആഗ് ഉസ്കി ഊർജ ഹേ. സൂര്യന്റെ അഗ്നി അതിന്റെ ഊർജമാണ്. സൂരജ് സ്വയം അപ്പനി ഊർജ ദുനിയാക്കോ പ്രദാൻ കർത്താ ഹേ. സൂര്യൻ അതിന്റെ ഊർജം ദുനിയാവിന് വേണ്ടി, ലോകത്തിന് വേണ്ടി സ്വയം പ്രദാനം ചെയ്യുന്നു. പേട് കെ ലിയേ കവിതാ മേം പ്രയുക്ത് ശബ്ദ് കോൻസാ ഹേ. പേട് എന്നതിന് കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദം ഏതാണ്? ദരഖ്ത്. ഇസ്സേ ഹമേ ക്യാ സന്ദേശ് മിൽത്താ ഹേ. അതായത് ഈ കവിതയിൽ നിന്നും നമുക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത് എന്നാണ് ചോദിച്ചത് കേട്ടോ. ഇസ് കവിത കാ സന്ദേശ് ക്യാ ഹേ എന്ന് ചോദിച്ചാലും ഇതേ ആൻസർ എഴുതി കൊടുത്താൽ മതി. സൂരജ് ആർ പേട് ജിസ് പ്രകാർ ദുനിയാ കോ അപ്പനി സമ്പത്തി ദേത്തെ ഹേ ഉസി പ്രകാർ മനുഷ്യ ഭി ദൂസരോ കി മദദ് കർണി ചാഹിയേ. സൂര്യൻ എപ്രകാരമാണോ സൂര്യനും അതുപോലെ തന്നെ മരവും എപ്രകാരമാണോ ലോകത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്വന്തം സമ്പത്ത് നൽകുന്നത്, അതുപോലെ മനുഷ്യനും എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സഹായിക്കണം എന്നാണ് പറഞ്ഞത്. ബാദൽ ദുനിയാക്കോ ക്യാ ദേത്താ ഹേ. ബാദൽ ദുനിയാവിന് വേണ്ടി, മേഘം ദുനിയാവിന് വേണ്ടി എന്താണ് നൽകുന്നത്? പാനി. ഇനി പദസൂര്യക്ക് പൂർത്തീകരം എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പദസൂര്യൻ സൂരജ് എന്തൊക്കെയാണ് നൽകുന്നത് എന്നാണ്. പ്രകാശ്, ഊർജ, താപ്. പ്രകാശം നൽകുന്നു, ഊർജം നൽകുന്നു, താപം ചൂട്, താപ്. അടുത്തത് പേടാണ്. പേട് എന്തൊക്കെയാണ് നൽകുന്നത്? ലക്കടി പറഞ്ഞ വിറക്, അതുപോലെ തന്നെ ഫൂൽ മരത്തടിയൊക്കെ തരുമല്ലോ പേട്. പിന്നെ അതുപോലെ തന്നെ ഫൂല് പറഞ്ഞ പൂക്കള്, ഫൽ പഴങ്ങൾ, അതൊക്കെ പേട് തരുന്നുണ്ട്. ഇനി അടുത്തത് കവിതാക്ക ആശയിലികയും, കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗുദ്സേ പ്യാർ കവിത ശോഭനാഥ് യാദവ് സെ ലിഖി ഹുയി ഹേ. ഗുദ്സേ പ്യാർ എന്ന കവിത ശോഭനാഥ് യാദവാണ് എഴുതിയത്. കവിതാക്ക മുഖ്യ ആശയ് പ്യാർ ഹേ. ഈ കവിതയിലെ മുഖ്യമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് സ്നേഹമാണ്. കവി കഹ്താ ഹേ കി. കവി പറയുന്നു എന്തെന്നാൽ സൂരജ് അപ്പനി ഊർജ. സൂര്യൻ തന്റെ ഊർജം കൊണ്ട്, പേട് അപ്പന ഫൂൽ മരം തന്റെ പൂക്കളെ കൊണ്ട്, और बादल अपना पानी മേഘം അതിന്റെ സ്വന്തം വെള്ളവും കൊണ്ട്,
അതെല്ലാം എന്ത് ചെയ്യുന്നു? ദുനിയാ മേം ജീവൻ ആധാർ ബൻതേ ഹേ, ലോകത്തിന് വേണ്ടിയിട്ട് ജീവന്റെ അടിസ്ഥാനമായിട്ട് അതൊക്കെ നൽകുന്നു. ലോകത്തിന് വേണ്ടിയിട്ട് മരം അതിന്റെ പൂക്കളെയും മേഘം അതിന്റെ ജലത്തെയും സൂര്യൻ അതിന്റെ ഊർജത്തെയും നൽകുന്നു. ഹമേം ബി ഖുദ്സെ പ്യാർ കർക്കെ, നമ്മളും സ്വയം സ്നേഹിച്ചിട്ട് അപ്പനാ പ്യാർ സ്വന്തം സ്നേഹം ദൂസരോं का देना है, മറ്റുള്ളവർക്ക് വേണ്ടി നൽകണം. ഹം പ്രകൃതി സെ പ്യാർ കാ സബക് സീക്കെ, നമ്മള് പ്രകൃതിയോ എന്താണ് നമ്മുടെ സ്നേഹത്തിന്റെ സബക്ക് സീക്കെ, और പ്രകൃതിയിൽ നിന്നും നമ്മൾ പഠിക്കണത് ആ പാഠം. और दूसरों की भलाई के लिए जिए, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കണം. പ്രകൃതി ചെയ്യുന്നത് പോലെ നമ്മളും എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കാം. ഇനി അടുത്തത് ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 2 ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഈ എക്സാമിന് വരുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലെ എന്താണ് ഗുദ്സെ പ്യാറും പിന്നെ സാഫ് സഫായി മേ അവൽ ഗാവ, 2 ചാപ്റ്ററാണ് വരുന്നത്. സാഫ് സഫായി മേ അവൽ ഗാവിലെ ക്വസ്റ്റ്യൻ ആണ് ഇനി പറയാൻ പോകുന്നത്. മാവലിൻ ലോങ് ഗാവ് കെ ഡസ്റ്റ്ബിൻ കിസ്സെ ബൻതേ ഹേ, ഈ മാവലിൻലോങ് ഗ്രാമത്തിലുള്ള ആളുകൾ, ഈ ഗ്രാമവാസികള് ഡസ്റ്റ്ബിൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം. ബാംസ് സെ, മുള കൊണ്ട്. ഗാവ് വാലോं को अगर कहीं गंदगी नजर आती तो वे क्या करते हैं, ഗ്രാമവാസികളുടെ ദൃഷ്ടിയിൽ എന്തെങ്കിലും മാലിന്യം പെടുകയാണെങ്കിൽ അവർ അത് എന്താണ് ചെയ്യുന്നത്? ഗാവ് വാലെ ഫൗരൻ സഫായി മേ ലഗ് ജാത്തെ ഹേ, ഗാവ് വാലെ പെട്ടെന്ന് തന്നെ അത് ശുചിത്വത്തിൽ ഏർപ്പെടുന്നു, ശുചിയാക്കുന്ന കാര്യത്തിൽ അവർ ഏർപ്പെടുന്നു. യഹാം കിസ് ബീമാരിനെ ബുരി തര ജഗഡ് ലിയാദ, ഇവിടെ ഏതു രോഗമാണ് ആ ഗ്രാമവാസികളെ ബാധിച്ചിരുന്നത് എന്നാണ് ചോദിച്ചത്. ഹൈജ, കോളറ രോഗമായിരുന്നു അവരെ ബാധിച്ചത്. മാവലിൻ ലോങ് കി സബ്സെ ബഡി ഖാസിയത്ത് ക്യാ ഹെ, മാവലിൻ ലോങ്ങിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? ഗാവ് കി സാരി സാഫ് സഫായി ഗാവ് വാലെ ഖുദ് ഹി കർത്തെ ഹെ, ഗ്രാമത്തിലെ എല്ലാ ശുചിത്വ കാര്യങ്ങളും അവിടെയുള്ള ഗ്രാമവാസികൾ സ്വയം ചെയ്യുന്നു. ഇതൊന്നും കൂടെ വായിച്ചു തരാം. ഗാവ് കി സാരി സാഫ് സഫായി ഗാവ് വാലെ ഖുദ് ഹി കർത്തെ ഹെ. യഹാ പൂരി തരഹ് പ്രതിബന്ധിത ചീസ് കോൺസി ഹെ, ഇവിടെ പൂർണ്ണമായിട്ടും നിരോധിച്ച വസ്തു എന്തായിരുന്നു? പ്ലാസ്റ്റിക്. ഇനി ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. पेड़ पौधों का संरक्षण हमारा दायित्व है, पेड़ लगाओ प्रति का प्यार करो. പേട് പൗധോക്ക സംരക്ഷൺ, ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. പേട് ലഗാവോ പ്രകൃതിക്ക് പ്യാർ കരോ, ചെടികള് മരങ്ങൾ വെച്ച് പിടിപ്പിക്കൂ, പ്രകൃതിയെ സ്നേഹിക്കൂ എന്നാണ് പോസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് പോസ്റ്റർ, അതുപോലെ തന്നെ 1 വേർഡ് ക്വസ്റ്റ്യനും പിന്നീട് വരാൻ സാധ്യതയുള്ളത് കവിതയുടെ ആശയം ഒക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നോക്കി പഠിക്കുക. ഇത് എഴുതിയതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പ്രയാസമുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ചിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ.